നമ്മുടെ കേരള പോലീസിൻ്റെ സർവീസിൽ ആദ്യമായിട്ടൊരു പോലീസുകാരനായിട്ട് കയറുന്ന ആൾ കേരള ആംഡ് പോലീസിലോ അല്ലെങ്കിൽ SAP സ്പെഷ്യൽ ആംഡ് പോലീസിലോ അല്ലെങ്കിൽ MSP മലബാർ സ്പെഷ്യൽ പോലീസിലോ ആയിരിക്കും ട്രെയിനിങ്ങിനായിട്ട് കയറുന്നത്. ആ ട്രെയിനിങ്ങിൽ കയറുന്ന കാലയളവിൽ ആ പോലീസുകാരൻ്റെ യൂണിഫോമിൽ KAP എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ആംഡ് പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ SAP എന്നായിരിക്കും. മലബാർ സ്പെഷ്യൽ പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ MSP എന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ തൊപ്പിയാണ് ഈ കാണുന്ന തൊപ്പി. ഈ തൊപ്പിയിൽ KP കേരള പോലീസ് എന്നാണ് എംബ്ലം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇടുന്ന യൂണിഫോമിൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് വെള്ള നിറമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ 8 വർഷം കഴിയുമ്പോൾ അവരുടെ യൂണിഫോമിൽ ഒരു 3 വരയും കൂടെ വയ്ക്കും. അതിനെ ഹവിൽദാർ അല്ലെങ്കിൽ പഴയ 8 എന്നറിയപ്പെടും. അതിനെ അറിയപ്പെടുന്ന പേര് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ്. അപ്പോൾ ക്യാമ്പിൽ ഉള്ള ഒരു പോലീസുകാരൻ ആ സമയത്തും ബെൽറ്റ് വെള്ള തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 20 വർഷം ആകുമ്പോൾ അദ്ദേഹം ASI ആവുന്നു. ഒരു സ്റ്റാർ വരുന്നു, യൂണിഫോമിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ASI ആവുന്നു. 28 വർഷം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം SI ആവുന്നുണ്ട്, 2 സ്റ്റാർ ആവുന്നുണ്ട്. കേരള പോലീസ് തന്നെയാണ്. അദ്ദേഹം സബ് ഇൻസ്പെക്ടർ എന്നറിയപ്പെടുന്നു. ഒരു സാധാരണ പോലീസുകാരനായിട്ട് കയറുന്നയാൾ ക്യാമ്പിലാണെങ്കിൽ ഇവിടം വരെ എത്തും. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? CI റാങ്ക്. അപ്പോൾ ക്യാമ്പിൽ അത് OC റാങ്ക് എന്നറിയപ്പെടും. അപ്പോൾ അവിടെയും 3 സ്റ്റാർ. അവിടെ KPS ആണ്, കേരള പോലീസ് സർവീസാണ്. ഇവിടം മുതൽ അങ്ങോട്ട് ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പം കേരള പോലീസ് സർവീസാണ്. ഇനി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ആൾ ക്യാമ്പിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോൾ KP മാത്രമാകുന്നു, കേരള പോലീസ് മാത്രമാകുന്നു. തിരിച്ച് അദ്ദേഹം 12 വർഷം എടുക്കും ഈ ഒരു ഗ്രേഡ് വയ്ക്കാൻ. അദ്ദേഹം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുന്നു. അപ്പം നമ്മുടെ AR ക്യാമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ബറ്റാലിയനുകളിൽ നിന്ന് ക്യാമ്പിലേക്ക് വരുമ്പം നമ്മുടെ തൊപ്പിയിൽ ഈ ഒരു റിബൺ വരുന്നു. അതാണ് പ്രകടമായ ഒരു വ്യത്യാസം. അപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോഴും ഈ റിബൺ തന്നെ തൊപ്പിയിലുണ്ട്, എംബ്ലം ഈ വര വരുന്നുണ്ട്. ഇനി നമ്മൾ കേരള പോലീസിൽ എവിടെ ആയിക്കഴിഞ്ഞാലും സാധാരണ പോലീസുകാരൻ കഴിഞ്ഞു, ഗ്രേഡ് കഴിഞ്ഞു, 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ASI ആയി മാറുന്നതോടുകൂടി യൂണിഫോമിൻ്റെ തൊപ്പി മാറുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അവരുടെ ഷൂ ബ്ലാക്ക് ഷൂ മാറി ബ്രൗൺ ഷൂ ആവുകയും ബെൽറ്റ് ക്യാമ്പിലുള്ള വെള്ള ബെൽറ്റുകാരൻ നമ്മുടെ ലോക്കൽ പോലീസിലേക്ക് വരുമ്പം കറുത്ത ബെൽറ്റ് ആവുന്നു. നമ്മുടെ ASI ആവുന്നതോടുകൂടി അവർ ബെൽറ്റ് ബ്രൗൺ ആവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 28 വർഷം കഴിയുമ്പോൾ അദ്ദേഹം SI ആവുന്നു, സബ് ഇൻസ്പെക്ടർ. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊമോഷനാണ് CI പ്രൊമോഷൻ. അത് പഴയ പേരാണ് CI അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന്. ഇന്നതറിയപ്പെടുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസ് സർവീസ് ആവുകയാണ് അവിടെ മുതൽ. അവിടെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം നമ്മളുടെ പിന്നെ ഗസറ്റഡ് പോസ്റ്റിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ സ്റ്റേഷൻ ചുമതല വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ ISHO എന്നറിയപ്പെടും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം, ഇതൊരു ആദ്യം കയറുന്ന ആളുടെ ഒരു മാക്സിമം ഇവിടം വരെയാണ് അദ്ദേഹം എത്തുന്നത്. എന്നാൽ ഡയറക്റ്റ് SI ആയിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി കയറുന്ന ആൾ ട്രെയിനിങ് വരുമ്പോൾ തന്നെ KP കിട്ടുകയും അദ്ദേഹം 2 സ്റ്റാർ വെച്ച് സബ് ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത പ്രൊമോഷൻ പോസ്റ്റായ CI പോസ്റ്റിലേക്ക് വരുന്നു. അതായത് പഴയ പേരാണ് CI പോസ്റ്റ്, ഇപ്പോൾ അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ്. അത് സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ISHO എന്നറിയപ്പെടും. അവിടെ മുതൽ ഗസറ്റഡ് പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോസ്റ്റാണ് DYSP പോസ്റ്റ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, DYSP. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഷോൾഡറിലുള്ള ഈ ഒരു റിബൺ അങ്ങ് മാറുന്നു. അല്ലാതെ മറ്റ് പ്രകടമായ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ KPS തന്നെയാണുള്ളത്. പിന്നെ ഈ തൊപ്പി എന്ന് പറയുന്നത് സൗകര്യാർത്ഥം ഇതുപോലെ തന്നെ തൊപ്പി നമുക്ക് ഉപയോഗിക്കാം. സൗകര്യാർത്ഥം ഈ തൊപ്പിയും വെക്കാം, മനസ്സിലായോ? അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് റൂറൽ ഭാഗങ്ങളിൽ DYSP എന്നറിയപ്പെടുന്ന ആൾക്കാർ, സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ACP എന്നറിയപ്പെടും. അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ക്യാപ്പാണ്. അത് സൗകര്യാർത്ഥം വെച്ചിരിക്കുകയാണ്, നിർബന്ധമില്ല ഇത് തന്നെ വെക്കണമെന്ന്. ഇത് കഴിഞ്ഞിട്ട് സർവീസുള്ള ഒരു DYSP അദ്ദേഹത്തിൻ്റെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ SP ആയി മാറും. അഡീഷണൽ SP ആകുമ്പം അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലെ തോളത്ത് ഒരു സ്തംഭം മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ IPSന് പകരം അവിടെ KPS വരികയാണ്.
സ്തംഭവും KPS ആണ്, അഡീഷണൽ SP. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു 22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സിൽ കയറുന്ന ആൾ SP വരെ ആവുമെന്ന് വിചാരിക്കുക. പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ സർവീസ് അനുസരിച്ച് SP ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്തംഭവും ഒരു സ്റ്റാറും ഇവിടെ KPS ആണ് വരുന്നത്. KPS. ഇനി അദ്ദേഹത്തിന് സർവീസ് ശരിക്കുണ്ട്, അദ്ദേഹം SP ആയി കഴിഞ്ഞു. ഗവൺമെൻറ് വർഷാവർഷം അവർക്ക് കൺഫേർഡ് IPS കൊടുക്കും യോഗ്യരായിട്ടുള്ളവർക്ക്. അങ്ങനെ അദ്ദേഹം IPS കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്തംഭവും സ്റ്റാറും IPSും കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം. ഒരു SI ആയിട്ട് കയറുന്ന ആൾ പരമാവധി ഒരു SP വരെ ആവാം. അതിൽ തന്നെ ഒരു 90% ഒരു 10% ആൾക്കാർ ചിലപ്പം IPS കിട്ടുകയും ചെയ്യും. ഇതുവരെയാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ പോലീസിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർവീസായ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത്. സിവിൽ സർവീസിനകത്ത് IAS IPS എന്നുള്ള 2 കേഡറിലെ IPS വിഭാഗങ്ങളെ, അതായത് പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ നിർണ്ണയിക്കുന്നതാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗം. അതിൽ ആദ്യത്തെ ആളാണ് SP അഥവാ സൂപ്രണ്ട് ഓഫ് പോലീസ്. ഇദ്ദേഹം റൂറൽ ഏരിയയിലാണെങ്കിൽ നമ്മൾ SP എന്നറിയപ്പെടും. അപ്പം യൂണിഫോമിനകത്ത് IPS ആണ് അവർക്ക് വരുന്നത്. നേരത്തെ നമ്മൾ SI വരെയുള്ള ആൾക്കാർക്ക് കേരള പോലീസ് എന്നായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് CI മുതൽ ഇങ്ങോട്ട്, അതായത് ഇൻസ്പെക്ടർ മുതൽ ഇങ്ങോട്ട് KPS ആകുന്നു. അത് കഴിഞ്ഞിട്ട് SP ആകുമ്പോഴത്തേക്ക് IPS കിട്ടുന്നതോടുകൂടി ലേബൽ IPS ആയി മാറുന്നു. ഇദ്ദേഹത്തെ റൂറൽ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് SP എന്നറിയപ്പെടും. സിറ്റിയിലാണ് അവർ ഉള്ളതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തൊപ്പിയും IPS തന്നെയാണ്, എംബ്ലവും ഇത് തന്നെയാണ്. അറിയപ്പെടുന്ന പേര് കമ്മീഷണർ ഓഫ് പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ, ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് കാലാനുസൃതമായി അവർ അടുത്ത ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നു. അവർ DIG ആവുന്നു, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, DIG ആവുന്നതോടുകൂടി യൂണിഫോമിനകത്തെ വ്യത്യാസം, ഒരു സ്തംഭവും 3 സ്റ്റാറും വരുന്നു. അവർക്ക് IPS തന്നെയാണ്. നമ്മുടെ യൂണിഫോമിൻ്റെ ഷോൾഡറിൽ ഒരു വയലറ്റ് റിബൺ കൂടി വരുന്നു. ആ റിബണിൻ്റെ കൂടെ തന്നെ ഒരു എംബ്ലവും കൂടെ വരുന്നു. ഇനി ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ തൊപ്പിയിൽ പ്രകടമായ വ്യത്യാസം വരുന്നുണ്ട്. അവിടെയും ആ ലേബല് വ്യത്യാസപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ SP റാങ്കുള്ള ഉദ്യോഗസ്ഥൻ വരെ, അതായത് ജില്ലാ പോലീസ് മേധാവി വരെ ഇന്നോവയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി. അവരെ പ്രകടമായിട്ട് കാണിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ പോലീസ് എന്നുള്ള എംബ്ലം മാത്രമേ ഉള്ളൂ. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥരായ DIG, IG, ADGP, DGP അങ്ങനെ വരുമ്പോൾ വണ്ടിയിലും നമുക്ക് ഇവരെ തിരിച്ചറിയാം. അവരുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ DIGയുടെ വണ്ടിയിൽ 1 സ്റ്റാർ ഉണ്ടായിരിക്കും. അപ്പോൾ വണ്ടി ആ 1 സ്റ്റാറുള്ള വണ്ടി കാണുമ്പോൾ നമുക്കറിയാം DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ DIG റാങ്ക് കഴിഞ്ഞ് നമ്മൾ IG റാങ്കിലേക്ക് വരുന്നു. IG റാങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ തൊപ്പിയിൽ നിന്നും ഒരു പ്രകടമായ വ്യത്യാസവും കൂടെ വരുന്നു. നമ്മുടെ നേരത്തെ ഇരുന്നതിൻ്റെ കൂടെ ഒരു ഒലിവലയും കൂടെ ഇതിനകത്ത് പ്രകടമായിട്ട് വരുന്നു. ഒരു ഒലിവല നീളത്തിൽ ഒരു ഇതിന് ഒലിവലയെ കൂടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ നമ്മൾ IG അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ജനറൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ DIG റാങ്കിൽ നിന്നുള്ള വ്യത്യാസം ഒരു സ്റ്റാറും ക്രോസ് ചെയ്ത ബോൾ പാറ്റേണുമാണ് വരുന്നത്. അതും കഴിഞ്ഞ് യൂണിഫോമിനകത്ത വ്യത്യാസം, നമ്മുടെ ഷോൾഡറിൽ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട റിബണിൽ നിന്ന് പ്രകടമായ വീണ്ടും ഒരു വ്യത്യാസം, അവിടെയും ഒലിവലയെ പ്രസൻറ്റ് ചെയ്താണ് വരുന്നത്. ഇനി ഈ IG റാങ്ക് മുതൽ ADGP, DGP, IG കഴിഞ്ഞു കഴിഞ്ഞാൽ ADGP ഉണ്ട്, DGP ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP, പിന്നെ DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഈ 2 തസ്തികകൾക്കും ഈ യൂണിഫോം ആർട്ടിക്കിൾസിനകത്ത് ഒരു വ്യത്യാസവുമില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ DIGയുടെ വണ്ടിയിൽ 1 സ്റ്റാറാണ് ഉണ്ടായിരുന്നതെങ്കിൽ IGയുടെ വണ്ടിയിൽ 2 സ്റ്റാറാണ്. ADGP അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും DGP ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും വരുമ്പം അവർക്ക് വണ്ടിയിൽ 3 സ്റ്റാറാണ് വണ്ടിയിൽ ലേബൽ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പോലീസിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ് DGP എന്ന് പറയുന്നത്. അപ്പം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP, DGP 2 പേരുടെയും തൊപ്പിയിൽ പ്രകടമായ ഒരു വ്യത്യാസവും കൂടെ വരുന്നു. ഒരു ഒലിവലയെ പ്രസൻറ്റ് ചെയ്തിരുന്ന ഭാഗത്ത് 2 ഒലിവല ക്രോസ് ചെയ്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്.
മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് അവരുടെ എംബ്ലവും വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. അല്പം കൂടി വലിപ്പം കൂടിയ എംബ്ലം വരുന്നുണ്ട്. എംബ്ലത്തിൻ്റെ എഴുത്തിനകത്തും വ്യത്യാസം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ DIGക്ക് ഉണ്ടായിരുന്നതിൽ നിന്നും IG ഉണ്ടായിരുന്നതിൽ നിന്നും വീണ്ടും വ്യത്യാസമായിട്ടാണ് അവരുടെ കഴുത്തിൽ ആ ഒരു എംബ്ലം വരുന്നത്. നേരത്തെ പറഞ്ഞ ഒലിവല തന്നെ അല്പം കൂടി വ്യത്യാസപ്പെടുത്തിയാണ് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ DGPമാർ കേരളത്തിൽ 6-7 പേര് DGPമാരുണ്ടെങ്കിലും പോലീസിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഒരാളായിരിക്കും. അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് റാങ്ക് കൊണ്ട് DGP ആണെങ്കിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ്, പോലീസിൻ്റെ മേലധികാരി. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ പോലീസിൻ്റെ മേലധികാരി എന്ന് പറയുന്നത് ഷേഖ് ദർവേശിഷ് സാഹിബ് എന്ന് പറയുന്ന സാറാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ബാക്കി DGPമാരൊക്കെ എവിടെയാണെന്ന്. അപ്പോൾ ബാക്കി DGPമാരും റാങ്ക് കൊണ്ട് DGPമാർ തന്നെയാണ്. അവർക്ക് ഈ തൊപ്പിയും ഈ എംബ്ലവും, അപ്പോൾ ഈ ക്രോസ് ചെയ്ത ബോളും പാറ്റേണും നമ്മുടെ സ്തംഭവും തന്നെയാണ്, IPS തന്നെയാണ്, ഇത് തന്നെയാണ്, വണ്ടിയിൽ 3 സ്റ്റാർ തന്നെയാണ്. അവർ മറ്റ് വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്നു. അപ്പം ഫയർഫോഴ്സിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു DGP ആയിരിക്കാം, പിന്നെ ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ എക്സൈസിൻ്റെ ഒരു DGP ആയിരിക്കാം, ജയിലിൻ്റെ ഒരു DGP ആയിരിക്കാം. അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുകയാണെങ്കിൽ അവർ ആ വിഭാഗത്തിൻ്റെ തലവൻ എന്നറിയപ്പെടും. ജയിൽ വകുപ്പിൻ്റെ മേധാവി, ജയിൽ DGP, ജയിൽ വകുപ്പിൻ്റെ മേധാവി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ മേധാവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവരും എന്ത് തന്നെയാണ്, റാങ്ക് DGP തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് സർവീസിൽ കയറുന്ന പോലീസുകാരൻ മുതൽ ഏറ്റവും ഉയർന്ന പോലീസുകാരൻ വരെയുള്ള പോലീസിൻ്റെ ക്ലാസിഫിക്കേഷനും യൂണിഫോം ആർട്ടിക്കിൾസും അവരുടെ പേരുമാണ് നമ്മൾ സിംബൽ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇത് വെച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, മക്കളെ ഇതിൽ ഒരു പദവി നിങ്ങൾ ലക്ഷ്യമാക്കൂ.